എനിക്കൊരു നിവൃത്തിയില്ല. 2 പെൺമക്കളാണ് ഉള്ളത്. അപ്പോൾ ഹസ്ബൻഡ് ഇല്ല, വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു സാബുച്ചേട്ടന്, പച്ചപ്ലാവിലുള്ള സാബുച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ 4 സെൻറ്റ് സ്ഥലം തന്നു. സ്ഥലം തന്നപ്പോൾ ടീച്ചർ പിന്നെ ഒരു അടച്ചുറപ്പുള്ള വീട് വേണമായിരുന്നു. അപ്പോൾ ടീച്ചർ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ. ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എനിക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ല. മച്ചപ്ലാവിൽ സാബു എന്ന ചേട്ടന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 4 സെൻറ്റ് സ്ഥലം തന്നു. അവിടെ അടച്ചുറപ്പുള്ളൊരു വീട് പണിയാൻ ഞങ്ങളുടെ വരുമാനം കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഒരു വീട് പണിത് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. വീടിന് വേണ്ടി കളക്ട്രേറ്റിലും പഞ്ചായത്തിലും വില്ലേജിലും എല്ലാം ഞാൻ കയറി ഇറങ്ങിയതാണ്. ഇപ്പോൾ അടത വേഞ്ഞ കെട്ടിടത്തിലാണ് ഞാനും 2 മക്കളും താമസിക്കുന്നത്. അപ്പോൾ എനിക്കൊരു വീടിന് വേണ്ടി ടീച്ചറിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ഇന്നിവിടെ ഷിക്കാഗോയിലെ ഓക്ക്ലോൺ സെയിൻറ്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വകയായിട്ട് 3 വീടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താക്കോൽദാനത്തിനായിട്ട് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ വീട് കണ്ടിട്ട് എനിക്ക് ശരിക്കും അത്ഭുതമായിരിക്കുന്നു. ഈ നമ്മൾ കൊടുക്കുന്ന തുകയിൽ അതിലുപരിയായിട്ട് നല്ല ഒരു വീടാണ് ഈ കുടുംബങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. വിധവകളും കുഞ്ഞുങ്ങളും അടങ്ങിയ കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ 3 വീട്. അല്ല, എല്ലാ വീടുകളും തന്നെ അങ്ങനെയാണ് കൊടുക്കുന്നത്. ആർക്കെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ MS സുനിൽ ടീച്ചറിനെ കോൺടാക്ട് ചെയ്യുക. യാതൊരു വിഷമങ്ങളും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് പുള്ളിക്കാരിയെ കോൺടാക്ട് നമ്മൾ കൊടുക്കുന്ന കാശിൽ കൂടുതലായിട്ട്
വീടുകൾ ഇവിടെ പണിത് കൊടുക്കുന്നതായിരിക്കും. അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, അതിന് ഗ്യാരണ്ടി. ഇത് ശരിക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കുന്നു. സെൻറ്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വക ഞങ്ങളുടെ വലിയൊരു താങ്ക്സ്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതിരുന്ന 3 കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ഷിക്കാഗോയിലെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സഹായത്താൽ ഇടുക്കി അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് 3 കുടുംബങ്ങൾക്കായിട്ട് വീട് നിർമ്മിച്ചു നൽകാൻ സാധിച്ചത്. ഈ ചർച്ചിലെ എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 2 മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റ് ഔട്ടും അടങ്ങിയ മനോഹരമായ വീടുകളാണ് ഇവർക്കായിട്ട് പള്ളിയുടെ സഹായത്താൽ നിർമ്മിച്ചു നൽകിയത്. 3 കുടുംബങ്ങളും അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നുമില്ലായിരുന്നു. കയറി കിടക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ലായിരുന്ന ഇവർക്ക് അടിമാലിയിലുള്ള സാബു എന്ന് പറയുന്ന ആളാണ് ഈ 3 വീട്ടുകാർക്കും 4 സെൻറ്റ് സ്ഥലം വീതം നൽകിയത്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും വീട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. വീടില്ലാത്തവൻ്റെ ദുഃഖം മനസ്സിലാക്കിയ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും.